ഇതുപോലൊരു കിടിലൻ പണി സ്വന്തം കൈകൊണ്ട് ഒപ്പിച്ചെടുക്കാൻ വേറെ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ ട്രംപെ? ലോക വ്യാപാര വേദിയുടെ ചതുരംഗ പലകയിൽ ഡൊണാൾഡ് ട്രംപ് ഇറക്കിയ ആ വിശ്വവിഖ്യാത വെട്ട് ഇപ്പോൾ തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി തോണ്ടിയ കുഴിയിൽ സ്വന്തം കാല് വഴുതി വീഴുക എന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യ ഉൾപ്പെടെ 60 ലോക രാജ്യങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച വൻ നികുതി ഭാരത്തിന് സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ ട്രംപണ്ണൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എട്ടിന്റെ പണി തന്നെയാണ്. പ്ലാനിംഗ് ഒക്കെ വളരെ കൃത്യമായിരുന്നു. 1974 സെഷൻ 301 എന്ന വടി ഉപയോഗിച്ച് ലോക രാജ്യങ്ങളുടെ നട്ടെല്ലൊടിക്കാൻ നോക്കിയ ട്രംപ് ഭരണകൂടത്തിനെതിരെ അമേരിക്കയിലെ 25 സംസ്ഥാനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ പന്തം കൊളത്തി പ്രകടനം തുടങ്ങിയിരിക്കുകയാണ്. അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ ഒരുങ്ങുന്നത് വൻ തിരിച്ചടികളാണ്. US അന്താരാഷ്ട്ര വ്യാപാര കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ട ആ ഹർജി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന വലിയൊരു പേമാരിയുടെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ലോകരാജ്യങ്ങളെ വരുതിയിലാക്കാൻ അമേരിക്കൻ ഭരണകൂടം വിരിച്ച വലയിൽ അവസാനം അണ്ണൻ തന്നെ ചെന്നു കുടുങ്ങി. തങ്ങളുടെ ഈ തന്നിഷ്ട പ്രഖ്യാപനം കണ്ട് ലോകം മുഴുവൻ പേടിച്ച് വിറയ്ക്കുമെന്നാണ് വൈറ്റ് ഹൗസിലെ ബുദ്ധിരാക്ഷസന്മാർ കരുതിയത്. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റി. ചതുരംഗ പലകയിൽ അടുത്ത കരുനീക്കം നടത്തിയത് വിദേശ ശത്രുക്കളൊന്നുമല്ല, സ്വന്തം നാട്ടിലെ ഡെമോക്രാറ്റിക് ഗവർണർമാരും അറ്റോർണി ജനറൽമാരുമാണ്. കേസ് ജയിച്ചു എന്ന് കരുതി നെഞ്ചു വിരിച്ചു നിന്ന ട്രംപ് ഭരണകൂടത്തിന്റെ മേൽക്കുപ്പായം അഴിഞ്ഞു വീഴുമ്പോൾ പുറത്തു വരുന്നത് നാടകീയമായ സത്യങ്ങളാണ്. ഇന്ത്യയോട് കളിച്ച ഈ ചീപ്പ് കളിക്ക് കിട്ടിയ വമ്പൻ തിരിച്ചടി അത് അമേരിക്കയെ ഇനി എങ്ങോട്ടാണ് നയിക്കാൻ പോകുന്നത്? ആ സത്യങ്ങൾ അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. ഇനി ഈ വമ്പൻ നാടകത്തിന് പിന്നിലെ രസകരമായ കഥ എന്താണെന്ന് നോക്കാം. ലോക വ്യാപാര രംഗത്ത് താനാണ് എക്കാലത്തെയും വല്യേട്ടൻ എന്ന കാണിക്കാൻ ട്രംപ് എറിഞ്ഞ ഏറ്റവും പുതിയ ചൂണ്ടയായിരുന്നു ഈ ഇറക്കുമതി നികുതി വർധനവ്. സാമ്രാജ്യങ്ങളെ വിറപ്പിച്ച മാസ്റ്റർ പ്ലാൻ എന്നൊക്കെയാണ് അണികൾ ഇതിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യ അടക്കമുള്ള 60 പ്രധാന രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ 10% മുതൽ 12.5% വരെ പുതിയ തീരുവയാണ് അടിച്ചേൽപ്പിച്ചത്. കഴിഞ്ഞ ജൂലൈ 24 കാലാവധി അവസാനിച്ച 10% ആഗോള തീരുവയ്ക്ക് പകരം പിൻവാതിലിലൂടെ തിരികെ കൊണ്ടുവന്ന ഒരു ഒന്നാന്തരം കുറുക്കുവഴി. ഇതിന് ട്രംപ് കണ്ടെത്തിയ ന്യായീകരണം കേട്ടാലാണ് ചിരി വരുന്നത്. ഈ 60 രാജ്യങ്ങളും നിർബന്ധിത തൊഴിൽ രീതികൾ, അതായത് ഫോഴ്സ്ഡ് ലേബർ തടയുന്നതിൽ തോറ്റുപോയി പോലും. യഥാർത്ഥ കളി തുടങ്ങുന്നത് എവിടെയാണ്? ലോകത്ത് നിന്ന് നിർബന്ധിത തൊഴിൽ തുടച്ചു നീക്കാൻ അവതരിച്ച അവതാര പുരുഷനാണ് താൻ എന്ന് വരുത്തി തീർക്കാനായിരുന്നു വൈറ്റ് ഹൗസിന്റെ ശ്രമം. കേൾക്കുമ്പോൾ മഹാമനസ്കത എന്നൊക്കെ തോന്നുമെങ്കിലും ഈ ന്യായീകരണത്തിന് പിന്നിൽ വലിയൊരു പുകമറ ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയോടുള്ള ഇവരുടെ തന്ത്രം. തുടക്കത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 12.5% വരെ തീരുവ ചുമത്താനായിരുന്നു പദ്ധതി. എന്നാൽ ഇന്ത്യ അത് കണ്ട് പതറിയില്ല. വിദേശ വ്യാപാര നയത്തിൽ ഉടനടി മാറ്റം വരുത്തുകയാണ് ഉണ്ടായത്. നിർബന്ധിത തൊഴിലിലൂടെ ഉണ്ടാക്കുന്ന ചരക്കുകളുടെ ഇറക്കുമതി രാജ്യത്തെ പൂർണ്ണമായും നിരോധിച്ചു. അങ്ങനെ ഇന്ത്യ തങ്ങളുടെ വാദങ്ങളെല്ലാം ഉണർത്തിയപ്പോൾ ആ നികുതി നിരക്ക് 12.5 നിന്ന് 10% കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം നിർബന്ധിതരായി. ഇതൊരു സാധാരണ സംഭവമല്ല എന്ന് വ്യക്തമാക്കുന്ന ചില കണക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. അന്താരാഷ്ട്ര നിയമങ്ങളെയും 1974 US ട്രേഡ് ആക്ടിലെ സെഷൻ 301 എന്ന വകുപ്പിനെയും ട്രംപും കൂട്ടരും പച്ചയായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു. ലോകത്തിലെ 60 ലോക രാജ്യങ്ങൾക്കെതിരെ ഇത്രയും വലിയൊരു നികുതി ഏർപ്പെടുത്താൻ ട്രംപ് കാണിച്ച തെളിവ് എന്താണെന്ന് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. കേവലം 3 ഉൽപ്പന്നങ്ങളിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ചില കാര്യങ്ങളെ ആധാരമാക്കിയാണ് 60 രാജ്യങ്ങളുടെ മേൽ മുഴുവൻ ഈ തീരുവ ചുമത്തിയത്. ഇതാ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രം. ട്രംപിന്റെ ഈ തുഗ്ലക്ക് പരിഷ്കാരം ആഗോള സാമ്പത്തിക രംഗത്തെ തകർക്കാൻ തക്കവണ്ണം അപകടകരമായിരുന്നു. പക്ഷേ അവർക്ക് തെറ്റുപറ്റിയത് അവിടെയാണ്. എന്തെന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു വഴിത്തിരിവായിരുന്നു അത്. സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് തന്നെ ട്രംപിനെതിരെ ഇത്ര വലിയൊരു നിയമയുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് വൈറ്റ് ഹൗസോ ട്രംപോ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അടവുകൾ 18 പയറ്റിയിട്ടും ട്രംപിന്റെ ഈ അട്ടിമറി നീക്കത്തിന് അതേ നാണയത്തിൽ പണി കൊടുത്തിരിക്കുകയാണ് അമേരിക്കയിലെ 25 സംസ്ഥാനങ്ങൾ. ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ്, ഗവർണർ
കാത്തി ഹോച്ചുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഡെമോക്രാറ്റിക് സംസ്ഥാനങ്ങളുടെ ഈ കൂട്ടായ്മ രൂപപ്പെട്ടത്. US ഇന്റർനാഷണൽ ട്രേഡ് കോടതിയിൽ അവർ നൽകിയ ഹർജിയിൽ ട്രംപിന്റെ വായടപ്പിക്കുന്ന തെളിവുകളാണ് നിരത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹർജിയിലെ പ്രധാന വാദം സ്വന്തം ജനങ്ങളെ കൊള്ളയടിക്കലാണ്. അതായത് നിർബന്ധിത തൊഴിൽ തടയൽ എന്ന വ്യാജേനെ കൊണ്ടുവന്ന ഈ നികുതിയുടെ യഥാർത്ഥ ഭാരം വന്ന് വീഴുന്നത് അമേരിക്കയിലെ സാധാരണക്കാരായ ഉപഭോക്താക്കളുടെയും ബിസിനസ്സുകളുടെയും തലയിലാണ്. ഇത് അമേരിക്കയിൽ സാധന വില കുത്തനെ കൂട്ടും. രണ്ടാമത്തെ കാര്യം, കോടതി തള്ളിക്കളഞ്ഞ ആ പഴയ സാർവത്രിക നികുതി വ്യവസ്ഥകൾ പിൻവാതിലിലൂടെ തിരികെ കൊണ്ടുവരാൻ ഭരണകൂടം നടത്തുന്ന പച്ചയായ മറ മാത്രമാണ് ഈ ഫോഴ്സ്ഡ് ലേബർ എന്ന വാദം. യാതൊരു മാനദണ്ഡവുമില്ല എന്നതാണ് മറ്റൊരു കാര്യമായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നത്. ചുരുക്കത്തിൽ ഈ 60 രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഈ നികുതി ഭാരം പറയുന്ന ഒരു ലക്ഷ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് സാരം. ഈ പുകമുറയ്ക്കുള്ളിലെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് ഈ നിയമവിരുദ്ധ തീരുവകൾ അടിയന്തരമായി റദ്ദാക്കണമെന്നാണ് സംസ്ഥാനങ്ങൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ ഇതിലും രസകരമാണ്. അമേരിക്കൻ ഭരണഘടനയെയും ആഗോള വ്യാപാര കരാറുകളെയും കാറ്റിൽ പറത്തി ട്രംപ് നടത്തിയ ഈ നാടകം ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും നിർണായകം. അമേരിക്കൻ അന്താരാഷ്ട്ര വ്യാപാര കോടതി ട്രംപിന്റെ ഈ നിർബന്ധിത തീരുവ റദ്ദാക്കിയത് എന്ത് ആക്ഷൻ ആയിരിക്കും എടുക്കാൻ പോകുക? അത് സമ്പദ് വ്യവസ്ഥയ്ക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകൾക്ക് നൽകുന്ന ആശ്വാസം ശരിക്കും ചെറുതൊന്നും ആയിരിക്കില്ല. സ്വന്തം നാട്ടിലെ 25 സംസ്ഥാനങ്ങൾ കേസ് കൊടുത്തതോടെ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. കാര്യങ്ങളെല്ലാം ഒറ്റ നീക്കത്തിൽ തല കീഴായി മറിഞ്ഞു. അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്താൻ നോക്കിയ ട്രംപിന് സ്വന്തം വീട്ടിലെ തീയണയ്ക്കാൻ വെള്ളവും എടുത്ത് ഓടേണ്ട അവസ്ഥയാണിപ്പോൾ. ചരിത്രത്തിന്റെ താളുകൾ മാറ്റിമറിച്ച ഈ തീരുമാനം ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി പോലും അപകടത്തിലാക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിശകലന വിദഗ്ധർ ചോദിക്കുന്നത്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നത്. ലോക വ്യാപാരത്തിൽ അമേരിക്ക കാണിക്കുന്ന ഇത്തരം ഏകപക്ഷീയമായ തന്നിഷ്ടങ്ങൾ അവസാനിപ്പിക്കാൻ ഇനിയെങ്കിലും പുതിയ അന്താരാഷ്ട്ര നിയമങ്ങൾ വരേണ്ടതുണ്ടോ? സ്വന്തം ജനങ്ങൾക്ക് തന്നെ പണി കൊടുക്കുന്ന ട്രംപിന്റെ ഈ നയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. ഈ വിവരങ്ങൾ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ജിയോ പൊളിറ്റിക്കൽ അനാലിസിസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.